സ്റ്റുഡൻസ് ഇന്ന് നവോദയ പരീക്ഷയ്ക്ക് 2022 വന്ന ക്വസ്റ്റ്യൻസിൻ്റെ ബാക്കി കണ്ടിന്യൂഷനാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ദ സിംപ്ലിഫിക്കേഷൻ ഓഫ് ദ ഫോളോവിങ് ഗിവ് ദ റിസൾട്ട് ഓഫ്. ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ കിട്ടുന്ന റിസൾട്ട് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് ആദ്യത്തേത് മിക്സഡ് ഫ്രാക്ഷനാണ്. അപ്പോൾ ഈ മിക്സഡ് ഫ്രാക്ഷനെ ഞാൻ ഇംപ്രോപ്പർ ആക്കിയിട്ടുണ്ട്, ഇംപ്രോപ്പർ ആക്കി വെച്ചിട്ടുണ്ട്. 2/1/7 ഇംപ്രോപ്പർ ആക്കുമ്പോൾ ഇതാ 2/1/7 ഇംപ്രോപ്പർ ആക്കുമ്പോൾ 35/17 കിട്ടും. എങ്ങനെയാണ് ആക്കുന്നത് ഇവിടെ കാണിച്ചിട്ടുണ്ട്, നോക്കി മനസ്സിലാക്കുക. 35/70, അതായത് 2ഉം 17 ഇൻറ്റു ചെയ്തിട്ട് 1 കൂട്ടിയാൽ മതി. സെയിം ഡിനോമിനേറ്റർ തന്നെ വരും. ഇനി ഡിവൈഡ് ചെയ്യുന്നതിന് പകരം എൻ്റെ റെസിപ്രോക്കലും ഉണ്ട്, അതായത് മറിച്ചിട്ടിട്ട് ഗുണിക്കണം. 10/7 വരും ഇൻറ്റു ഇതിനെ ഇതാ ഇംപ്രോപ്പർ ആക്കിയിരിക്കുന്നു. ഇംപ്രോപ്പർ ആക്കുമ്പോൾ 34/33 കിട്ടും. 34/33. ഇനി 17ഉം 34 കൊണ്ട് വെട്ടാൻ 2. ഇനി 17ഉം 34 കൊണ്ട് വെട്ടിയാൽ 2 കിട്ടും. 7 35 കൊണ്ട് വെട്ടാൽ 5. ഇനി 25 100. 100 ഡിവൈഡ് ബൈ 3 എന്ന് വരും. 100നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഡിവൈഡ് നോക്കേണ്ട ആവശ്യമില്ല. 3 and 1/33 വരും. 3 പ്രാവശ്യം 33 3 ഡിവൈഡഡ് ബൈ 100/3 100/3. അപ്പോൾ 100/33. അപ്പോൾ 100/33 ആകുമ്പോൾ 3 and 1/33 വരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ചെയ്യേണ്ട രീതി. അതൊന്ന് ചെയ്ത് നോക്കി മനസ്സിലാക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ: ദ ഡിഫറൻസ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. ലെങ്തും ബ്രെഡ്ത്തും തമ്മിൽ ഡിഫറൻസ് 23 മീറ്ററാണ്. അത് ലെങ്ത് ബ്രെഡ്ത്തിനേക്കാൾ കൂടുതലായിരിക്കും. ലെങ്ത് ബ്രെഡ്ത്തിനേക്കാൾ കൂടുതലാണ്. ഇഫ് ദ പെരിമീറ്റർ ഓഫ് ദി ഫ്ലോർ ഈസ് 200 മീറ്റർ. പെരിമീറ്റർ 200 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഇനി ഏരിയ കണ്ടുപിടിക്കണം. അപ്പം നമുക്കിവിടെ ലെങ്ത് ബ്രെഡ്ത്തിനേക്കാൾ കൂടുതലും തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ പെരിമീറ്റർ കാണുന്ന ഇക്വേഷൻ P is equal to 2 into L plus B. നമുക്കത് തന്നിട്ടുണ്ട്. 2 into L plus B is equal to 200 തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് L plus B മാത്രം എടുത്ത് വെച്ച് കണ്ടുപിടിക്കാം. L plus B is equal to L plus B is equal to 200/2. ഈ 2 കൊണ്ട് ഈ 200 ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്ര വരും? L plus B എന്ന് പറയുന്നത് നമുക്ക് 100 കിട്ടും. L plus B is the length and breadth is 206 ആണ്. length and breadth 51. the length and breadth is 206. 206 അല്ല 206. 206 ആണ്. ക്വസ്റ്റ്യൻ ഡിഫറൻസ് വന്നു പോയി. 206. അപ്പം ലെങ്ത് ബ്രെഡ്ത്തും 206 വരുമ്പോൾ L plus B ഇവിടെ ഇന്നലെ എത്രയായിട്ട് വരും? L plus B സിക്കറിൻ്റെ പകുതി 206ൻ്റെ പകുതി 103 വരും. നമുക്കിവിടെ L minus B തന്നിട്ടുണ്ട്. ഇതേ ലെങ്ത് ബ്രെഡ്ത്ത് തമ്മിൽ ഡിഫറൻസ് നമുക്ക് 23 എന്ന് തന്നിട്ടുണ്ട്. അപ്പം L plus B is equal to 103. L minus B is equal to 23. ഇവിടെ നമുക്ക് നമ്മൾ ഇങ്ങനത്തെ പ്രോബ്ലം ചെയ്തിട്ടില്ല. ഇച്ചിരി പാടുള്ള പ്രോബ്ലമാണ്, നന്നായിട്ട് ശ്രദ്ധിക്കാം. ഇതിനെ ഇക്വേഷൻ 1 എന്ന് ഇതിനെ ഇക്വേഷൻ 2 എന്ന് എടുക്കാം. അപ്പോൾ ഇക്വേഷൻ 1ൽ നിന്ന് ഇക്വേഷൻ 2 കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എല്ലിൻ്റെ ബിയുടെ ഏതെങ്കിലും ഒന്നിൻ്റെ വില കിട്ടും. അപ്പം എല്ലിൽ നിന്ന് പോയാൽ മൈനസ് ചെയ്യുക. അപ്പോൾ എല്ലിൽ നിന്ന് പോയാൽ 0 വരും. ഇവിടെ മൈനസ് ബിയും പ്ലസ് ബിയും കൂടെ പ്ലസ് ബി എന്ന് മൈനസ് ബി കുറയ്ക്കാൻ ഈ മൈനസ് ബി പ്ലസ് ആക്കി കൂട്ടണം. അപ്പം 2b is equal to 103 നിന്ന് 23 മൈനസ് ചെയ്യണം. അപ്പോൾ 103 23 മൈനസ് ചെയ്യുമ്പോൾ 80 വരും. അപ്പോൾ ബിയുടെ വില കാണാൻ b is equal to 80/, ഈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. is equal to ബിയുടെ വില നമുക്ക് കിട്ടി. ബിയുടെ വില നമുക്ക് 40 എന്ന് കിട്ടി. അപ്പം ഇവിടെ ബേസാണ് 40 എന്ന് പറയുന്നത് ബി. അപ്പം ബിയെ കഴിഞ്ഞ് എത്ര കൂടുതലാണ് L എന്ന് പറയുന്നത്? നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. L 23 കൂടുതലാണ്. അപ്പോൾ 40 + 23 is equal to 63 ആണ് ലെങ്ത് എന്ന് പറയുന്നത്. നമ്മളോട് ഏരിയ കാണാൻ ചോദിച്ചിരിക്കുന്നത്. ഏരിയ is equal to ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് is equal to
ഇവിടെ ബ്രെഡ്ത്ത് എത്രയാണ് 40, ലെങ്ത് 63 വരും, ബ്രെഡ്ത്ത് 40 വരും. നമ്മളത് കാൽക്കുലേറ്റ് ചെയ്തെടുത്താണ്. ഇത് ഇച്ചിരി പാടുള്ള പ്രോബ്ലമാണ്, അതുകൊണ്ട് ഇത് നന്നായിട്ട് ചെയ്ത് പഠിക്കണം. അപ്പം 63 × 40 അപ്പോൾ എത്ര വരും? 2520 എന്ന് വരും. ഇത് വീണ്ടും ചെയ്ത് പഠിക്കുക. 2520. ഓക്കെ, ഇനി അടുത്തത് ദ ഡെസിമൽ ഈക്വൽ ടു 12 1/6. അപ്പോൾ 12 1/16 നമുക്ക് എന്താക്കണം? ഇംപ്രോപ്പർ ആക്കി എടുക്കണം. ഇംപ്രോപ്പർ ആക്കി എടുക്കുമ്പോൾ 12 × 16 193/16 വരും. 193/16 വരും. 193/16 വരുമ്പോഴേക്കും അതിൻ്റെ ഡെസിമൽ ഫോം 12 1/6 ഈസ് ഈക്വൽ ടു 193/16 ഈസ് ഈക്വൽ ടു 12.0625 വരും. 0625 ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. 193 അത് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കുക. ഡിവൈഡഡ് ബൈ 16 കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്താൽ മതിയാവും. ഇനി അടുത്തത് ദ വാല്യൂ ഓഫ് ഇത് ഡിവൈഡ് ചെയ്യാനാണ്. നമുക്ക് 25 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 16 ഡിവൈഡ് 2 ഇൻറ്റു 2 പ്ലസ് 10 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 2 ബ്രാക്കറ്റ് ഉള്ളതെല്ലാം ആദ്യം ചെയ്യുക. 3 + 2. ഇനി 4 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 പ്ലസ് 2 × 2 എത്രയാണ്? 4 പ്ലസ് 2 × 3 6 പ്ലസ് 2. അപ്പം ഇതെല്ലാം കൂടെ കൂട്ടുമ്പം 6 2 × 3 + 2 2 × 3 6 പ്ലസ് 2. അപ്പം 2 × 3 6 പ്ലസ് 2 8 വരും. അപ്പം നോക്കിയാൽ 4 ഡിവൈഡ് ചെയ്യുമ്പോൾ 2, പിന്നെ 2 × 2 4, ദെൻ 2 × 2 4, ദെൻ 2 × 3 6 പ്ലസ് 2 6 പ്ലസ് 3 + 2 ബ്രാക്കറ്റിലാണ്. 3 + 2 ബ്രാക്കറ്റ് വരുമ്പോഴത്തേക്കും ഇവിടെ എത്ര വരും? ഇത് 5 വരും. 3 + 2 5 വരും. അപ്പോൾ ഇവിടെ 5 × 2 10 വരും. ഇത് 10. ഇനി 4 + 2 6 പ്ലസ് 4 × 2 6 പ്ലസ് 10 6ഉം 10ഉം കൂടെ കൂട്ടിയാൽ പ്ലസ് 10 ഈസ് ഈക്വൽ ടു 16 ആണ് ഇതിൻ്റെ ആൻസർ. 2 × 2 4 ഡിവൈഡ് ചെയ്ത് 2 × 2 4 4 × 2 ദെൻ 2 × 2 4 2 പ്ലസ് 16 ഡിവൈഡ് ബൈ 8 2 × 2. അപ്പം 6 10 6 16 വരും. അപ്പോൾ ഇത് ചെയ്ത് പഠിക്കുക. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം. ഇതിൻ്റെ ബാക്കി കണ്ടിന്യൂഷൻ അടുത്ത ക്ലാസ്സുകളിൽ എടുക്കും. ഇപ്പം 4 ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക.